പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ മുടങ്ങിയിരിക്കെ സുപ്രധാന നീക്കവുമായി റഷ്യ രംഗത്ത്. പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന റഷ്യ ഇറാൻ അമേരിക്കൻ ചർച്ചകളിലെ സ്തംഭനത്തിനിടെ ഇറാനുമായി ചർച്ച നടത്തി. ആണവ വിഷയത്തിലെ പരിഹാരവും ഹോർമുസ് പ്രതിസന്ധിയും ഇറാനും റഷ്യയും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ തമ്മിലാണ് സംസാരിച്ചത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന സമാധാന ചർച്ചകൾ സ്തംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ നീക്കത്തെ ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. പ്രശ്നപരിഹാരത്തിന് റഷ്യൻ മധ്യസ്ഥതയ്ക്ക് ഇറാൻ നേരത്തെ തന്നെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അമേരിക്ക ഇതുവരെയും ഈ നീക്കത്തെ അനുകൂലിച്ചിട്ടില്ല. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലെ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ റഷ്യൻ നീക്കത്തിന് അമേരിക്ക പച്ചക്കൊടി കാട്ടുമോ എന്നത് കാത്തിരുന്ന് കാണണം. അമേരിക്കയുമായുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ അറിയിച്ചിട്ടുമുണ്ട്. ഇറാനിയൻ സൈന്യത്തിന്റെ കേന്ദ്ര കമാൻഡിലെ മുഹമ്മദ് ജാഫർ അസദിയാണ് യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചത്. അമേരിക്കയുടെ ഏത് നീക്കം നേരിടാനും സായുധസേന പൂർണ്ണ സജ്ജമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ പുതിയ നിർദ്ദേശത്തിൽ ട്രംപ് തൃപ്തനല്ലെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ പുതിയ പ്രതികരണം എത്തുന്നത്. ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വ്യക്തമാക്കിയിരുന്നു. കരാറിലെത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളിൽ താൻ അതൃപ്തനാണ്. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ കടുത്ത ഭിന്നതയുണ്ടെന്നും തുടർ സൈനിക നടപടിയോ സമാധാന കരാറോ ആണ് മുന്നിലുള്ള വഴികളെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ കടുത്ത ഭിന്നതയുണ്ടെന്നും രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളായി അവർ തിരിഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. മാനുഷികമായി നോക്കുമ്പോൾ യുദ്ധം താൻ താൽപര്യപ്പെടുന്നില്ല. തുടർ സൈനിക നീക്കങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡിൽ നിന്ന് ലഭിച്ചതായി ട്രംപ് സ്ഥിരീകരിച്ചു. മാധ്യമപ്രവർത്തകരുമായി വൈറ്റ് ഹൌസിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇതിന് പിന്നാലെയാണ് യുദ്ധം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി ഇറാൻ തന്നെ രംഗത്ത് എത്തിയിരിക്കുന്നത്. അതേസമയം ആണവ വിഷയം ചർച്ചയിലെത്തിക്കാൻ അമേരിക്കയും ചർച്ചകളിൽ പുതിയ ഭേദഗതി സമർപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിന്റെ സാമ്പത്തിക ആഘാതത്തിന്റെ തൊഴിലാളികൾക്ക് പുതിയ സന്ദേശവുമായി ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയും രംഗത്തെത്തിയിരുന്നു. തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിൽ നിന്ന് കമ്പനികൾ പരമാവധി വിട്ടുനിൽക്കണമെന്ന് തൊഴിലാളി ദിനത്തിൽ ഇറാൻ പരമോന്നത നേതാവ് രാജ്യത്തെ കമ്പനികളോട് നിർദ്ദേശം നൽകി. രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ പരമാവധി ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതേസമയം ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് തങ്ങളുടെ ഭരണകൂടത്തിന് വളരെയധികം ലാഭകരമായ ഒരു ബിസിനസ്സാണെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്.